ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 11 ക്ലാസ്സിലെ ബിസിനസ് സ്റ്റഡീസ് ആണ്. രണ്ട് സിലബസ്, അതായത് കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കും CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് ഹെൽപ്ഫുൾ ആണ്. കാരണം രണ്ടിലും ഒരേ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആവാം അല്ലേ. എന്താണ് ബിസിനസ് എന്ന്? ബിസിനസ് സ്റ്റഡീസ് ആണ് നമ്മൾ പഠിക്കുന്നത്, ബിസിനസ്സിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ബിസിനസ്? ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇൻവോൾവിംഗ് ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. അതായത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ബിസിനസ്സിൽ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്, എന്നിട്ട് അത് വിൽപ്പന ചെയ്യപ്പെടുകയാണ്. സാധനങ്ങൾ, ഗുഡ്സ് മാത്രമല്ല സർവീസസും ഒരു ബിസിനസ്സിലൂടെ വിൽപ്പന ചെയ്യപ്പെടുന്നുണ്ട്. അണ്ടർടേക്കൺ വിത്ത് എ മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏർണിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത്. എല്ലാവരും എന്തിനാ ഈ ബിസിനസ് നടത്തുന്നത്? അവർക്ക് ഒരു ലാഭം പ്രതീക്ഷിച്ചാണ് എല്ലാവരും ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഏർണിംഗ് പ്രോഫിറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് എന്നുള്ളത് ബിസിനസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. ബൈ സാറ്റിസ്ഫൈയിങ് ഹ്യൂമൻ നീഡ്സ് ഇൻ സൊസൈറ്റി. അതായത് എല്ലാ മനുഷ്യന്മാർക്കും ഒരുപാട് നീഡ്സ് ഉണ്ട്. എല്ലാവർക്കും ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഒരു വീട് വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ്സുകാര് ബിസിനസ് നടത്തുന്നത്. ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പ്രോഫിറ്റ് മോട്ടീവോട് കൂടി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, ബിസിനസ് ആക്ടിവിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. ആദ്യത്തേത്, ബിസിനസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ബിസിനസ് ഇസ് കൺസിഡർഡ് ടു ബി ആൻ എക്കണോമിക് ആക്ടിവിറ്റി ബിക്കോസ് ഇറ്റ് ഇസ് അണ്ടർടേക്കൺ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് മണി ഓർ ലൈവ്ലിഹുഡ് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് ലവ്, അഫെക്ഷൻ, സിമ്പത്തി ഓർ എനി അതർ സെന്റിമെന്റൽ റീസൺ. അതായത് അല്ലെങ്കിൽ ബിസിനസ്സുകാർ എന്തിനാ ബിസിനസ് നടത്തുന്നത്? ഒരിക്കലും അവർ സ്നേഹം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നല്ല അവർ ബിസിനസ് നടത്തുന്നത്. ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത് പക്ഷെ നമ്മൾ ഒരിക്കലും പണം പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. പക്ഷെ ഒരു ബിസിനസ് മാൻ അയാളുടെ കസ്റ്റമർക്ക് ഒരു ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അതൊരിക്കലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹം പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ അതൊരു പുണ്യപ്രവൃത്തിയാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലൈവ്ലിഹുഡ് ഏൺ ചെയ്യാൻ വേണ്ടി, അവന് പണം സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ ബിസിനസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ബിഫോർ ഗുഡ്സ് ആർ ഓഫേർഡ് ടു പീപ്പിൾ ഫോർ കൺസംഷൻ, ദീസ് മസ്റ്റ് ബി ഐദർ പ്രൊഡ്യൂസ്ഡ് ഓർ പ്രൊക്യൂർഡ് ബൈ ബിസിനസ് എന്റർപ്രൈസസ്. അതായത് അല്ലെങ്കിൽ ബിസിനസ്സുകാര് കസ്റ്റമേഴ്സിന് ഗുഡ്സ് വിൽക്കുന്നതിന് മുമ്പ് അതൊന്നുകിൽ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു മാരുതി ഒരു കാറ് വിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അത് അവർ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് അത് വിൽക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു പലചരക്ക് കടയിലെ ചേട്ടൻ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തരികയാണെങ്കിൽ അത് ചിലപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കില്ല, അദ്ദേഹം വേറൊരു സ്ഥലത്തു നിന്ന് അത് പ്രൊക്യൂർ ചെയ്തിട്ടായിരിക്കും അത് സെല് ചെയ്യുന്നത്. അപ്പോൾ പ്രൊക്യൂർമെന്റും പ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ബിസിനസ്സുകാരൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കുകയാണെങ്കിലാണ്, തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലാണ് അതിനെ പ്രൊഡക്ഷൻ എന്ന് പറയാം. നേരെ മറിച്ച് വേറൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയ ശേഷം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്ത ശേഷം അത് വിൽക്കുമ്പോൾ അത് പ്രൊക്യൂർ ചെയ്തതാണ് എന്നാണ് പറയുക.
മൂന്നാമത്തേത് നോക്കാം നമുക്ക്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ബിസിനസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ വാല്യൂ. അതായത് നമ്മൾ ഡയറക്ട്ലി നോക്കുകയാണെങ്കിലും ഇൻഡയറക്ട്ലി നോക്കുകയാണെങ്കിലും ബിസിനസ്സിൽ എന്തുണ്ട്? ട്രാൻസ്ഫർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച്, സെയിൽ. നമ്മൾ ഒരു വിൽപ്പന നടത്തുകയാണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ചില ബിസിനസ്സുകാർ എന്ത് ചോദിച്ചാൽ ഒരു ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് വേറൊരു ഗുഡ്സ് തരും. അതിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് നമ്മൾ പറയും. നമ്മൾ കടയിലൊക്കെ പരസ്യം കാണാറില്ലേ, എക്സ്ചേഞ്ച് ഓഫർ, വമ്പിച്ച വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഈ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സാധനം നൽകുന്നു, അവർ നമുക്ക് വേറൊരു സാധനം തരുന്നു. അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തെ, ഡീലിംഗ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. ബിസിനസ് ഇൻവോൾവ്സ് ഡീലിംഗ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു പഴയ ബൈക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ ആ ബൈക്ക് വിൽക്കാൻ പോവുകയാണ്. ആ ബൈക്ക് നിങ്ങൾ വിറ്റു എന്ന് കരുതി നിങ്ങളൊരു ബിസിനസ്സുകാരനാവുന്നില്ല. അതൊരു വൺ ടൈം ഈവൻ്റ് ആണ്. ഒറ്റ തവണ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ബൈക്ക് പഴയതായപ്പോൾ അത് വിൽക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ ബിസിനസ്സുകാരനായി മാറി എന്നല്ല. എന്താണ് അതിൻ്റെ കാരണം? ബിസിനസ് എന്ന് പറയുന്നത് ഓൺ എ റെഗുലർ ബേസിസ് ആയിരിക്കണം. ഗുഡ്സ് ആൻഡ് സർവീസസിലുള്ള ഡീലിങ്സ് എങ്ങനെയുള്ളതായിരിക്കണം? ഓൺ എ റെഗുലർ ബേസിസ്. എല്ലാവരും ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. റെഗുലർ ബേസിസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കച്ചവടക്കാരൻ വിൽപ്പനയിൽ റെഗുലറായിട്ട് വിൽപ്പന നടത്തണം. ഒറ്റ തവണത്തേക്ക് വിൽക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ബൈക്ക് വിൽക്കുന്നതോ അല്ലെങ്കിൽ വീട് വിൽക്കുന്നതോ കാറ് വിൽക്കുന്നതോ ഒന്നും നിങ്ങളെ ഒരു ബിസിനസ്സുകാരനാക്കുന്നില്ല. അത് റെഗുലർ ബേസിസിൽ എപ്പോഴും. ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടക്കാരൻ എന്നും അദ്ദേഹം ഗുഡ്സ് വിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ മാത്രമേ നമ്മൾ എന്തായി കണക്കാക്കുള്ളൂ? ബിസിനസ്സുകാരായിട്ട് കണക്കാക്കുള്ളൂ. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് എന്താ? പ്രോഫിറ്റ് ഏണിംഗ്.